ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സെലക്ടർമാരുടെ തല പുകയ്ക്കുന്ന പ്രധാന കാര്യങ്ങളിലൊന്ന് വിക്കറ്റ് കീപ്പറാണ്. ഋഷഭ് പന്ത്, സഞ്ജു സാംസൺ, ധ്രുവ് ജുറേൽ, ഇഷാൻ കിഷൻ, KL രാഹുൽ എന്നിവരെല്ലാം വിക്കറ്റ് കീപ്പർ സ്ഥാനം സ്വപ്നം കണ്ട് മത്സരിക്കുന്നവരാണ്. ഋഷഭിനെ ഒഴികെ മറ്റുള്ളവരെയെല്ലാം ഓരോ പരമ്പരയിലും മാറി മാറി പരീക്ഷിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. നിലവിൽ ഋഷഭ് പന്തിനൊപ്പം സഞ്ജു സാംസണിനാണ് അവസരം ലഭിക്കുന്നത്. എന്നാൽ ശ്രീലങ്കയ്ക്കെതിരായ T20 പരമ്പരയിൽ 2 മത്സരം കളിച്ചപ്പോഴും ഡെക്കിന് പുറത്തായതോടെ സഞ്ജുവിൻ്റെ വഴി അടഞ്ഞിരിക്കുകയാണ്. സഞ്ജുവിന് ഇനി ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തുക കടുപ്പമാണെന്ന് തന്നെ പറയാം. ഇപ്പോഴിതാ സഞ്ജുവിന് കൂടുതൽ സമ്മർദ്ദം നൽകി ഇഷാൻ കിഷൻ ആഭ്യന്തര ക്രിക്കറ്റിലൂടെ തിരിച്ചു വരാനൊരുങ്ങുകയാണ്. വരാനിരിക്കുന്ന ബുച്ചി ബാബു ട്രോഫിയിലൂടെയാണ് ഇഷാൻ മടങ്ങിയെത്തുന്നത്. ജാർഖണ്ഡ് ടീമിൻ്റെ ക്യാപ്റ്റനാണ് ഇഷാൻ. ടൂർണമെൻറ്റിൽ മികച്ച പ്രകടനം നടത്താനായാൽ ഇന്ത്യൻ ടീമിലേക്ക് ഇഷാൻ മടങ്ങിയെത്തുമെന്നുറപ്പാണ്. ഇതോടെ സഞ്ജു സാംസണിൻ്റെ ചീട്ട് കീറും. ക്യാപ്റ്റൻ സ്ഥാനത്തോടെ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കുന്ന ഇഷാന് ഫോമിലേക്കെത്താനായാൽ ഇന്ത്യൻ ടീമിലേക്ക് വിളി ലഭിക്കുമെന്നുറപ്പാണ്. ഇന്ത്യക്കൊപ്പം 3 ഫോർമാറ്റിലും ഇതിനോടകം കളിക്കാൻ ഇഷാൻ കിഷന് സാധിച്ചിട്ടുണ്ട്. ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി നേടിയ താരമാണ് ഇഷാൻ. എന്നാൽ മോശം ഫോം താരത്തെ പിന്നോട്ടടിച്ചു. കൂടാതെ BCCI ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇഷാൻ ഇതിന് തയ്യാറായതുമില്ല. ഇതോടെയാണ് താരത്തിന് BCCI കരാർ നഷ്ടപ്പെട്ടത്. എന്നാൽ ഗൗതം ഗംഭീർ പരിശീലകനായ ശേഷം ഇഷാൻ കിഷന് തിരിച്ചുവരാൻ അവസരം ഒരുക്കുകയാണ്. ഇഷാൻ ഇടംകയ്യൻ ബാറ്റ്സ്മാനാണ്. ഇതും ഇഷാന് മുൻതൂക്കം നൽകുന്ന കാര്യമാണ്. നായകനായി തിളങ്ങുകയും റൺസ് നേടാൻ സാധിക്കുകയും ചെയ്താൽ ഇഷാൻ ഇന്ത്യൻ ടീമിലേക്കെത്തും. വരുന്ന ബംഗ്ലാദേശ് പരമ്പരയിലൂടെ തന്നെ ഇഷാന് മടങ്ങി വരാനായേക്കും. ടെസ്റ്റിൽ ബാക്കപ്പ് കീപ്പറായി ഇഷാനെ പരിഗണിക്കാനും സാധ്യതയുണ്ട്. അല്പം ആക്രമണോത്സുകതയോടെ കളിക്കുന്ന താരങ്ങളെ ടെസ്റ്റ് ടീമിൽ വേണമെന്നതാണ് ഗംഭീറിൻ്റെ നിലപാട്. ഋഷഭ് പന്തിൻ്റെ അഭാവത്തിൽ ഇതേ ആക്രമണോത്സുകതയോടെ കളിക്കാൻ ശേഷിയുള്ള താരമാണ് ഇഷാൻ. അതുകൊണ്ടുതന്നെ ഗംഭീർ ഇഷാനെ പിന്തുണയ്ക്കാനാണ് സാധ്യത. അതേസമയം സഞ്ജു സാംസണിന് കാര്യങ്ങൾ എളുപ്പമല്ല. ദുലീപ് ട്രോഫിയിൽ സഞ്ജു സാംസൺ ടീമിൽ ഉൾപ്പെടുമെന്നാണ് വിവരം. എന്നാൽ കളിക്കാൻ അവസരം ലഭിക്കുമോ എന്നത് കണ്ടറിയണം. സഞ്ജു മികച്ച താരമാണെങ്കിലും ലഭിക്കുന്ന അവസരങ്ങളെ ഉപയോഗിക്കുന്നതിൽ പിന്നോട്ടാണ്. ശ്രീലങ്കൻ T20 പരമ്പര സഞ്ജുവിനെ സംബന്ധിച്ച് നിർണായകമായിരുന്നു. എന്നാൽ ഒരു ഗോൾഡൻ ഡെക്കടക്കം 2 മത്സരത്തിലും സഞ്ജുവിന് തിളങ്ങാനാവാതെ പോയതാണ് തിരിച്ചടിയായത്. ദുലീപ് ട്രോഫിയിൽ തിളങ്ങിയാലും സഞ്ജുവിന് അവസരം ലഭിക്കുക പ്രയാസമാണ്. ഏകദിനത്തിൽ KL രാഹുലിനെയാണ് 2ാം വിക്കറ്റ് കീപ്പറായി ഗംഭീർ പരിഗണിക്കുന്നത്. സഞ്ജുവിന് T20യിൽ മാത്രമാണ് നിലവിൽ അവസരം പ്രതീക്ഷിക്കാവുന്നത്. എന്നാൽ T20യിൽ ലഭിക്കുന്ന അവസരങ്ങളെ മുതലാക്കാൻ സഞ്ജുവിന് സാധിക്കുന്നില്ല. അതുകൊണ്ടുതന്നെ ഇന്ത്യൻ ടീമിനൊപ്പം ഇനി സഞ്ജു ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. കേരള ടീമിനൊപ്പം രഞ്ജി ട്രോഫി അടക്കം കളിച്ച് മികവ് കാട്ടാനുള്ള അവസരമാണ് സഞ്ജുവിന് ഇനിയുള്ളത്. കേരള ടീമിൻ്റെ നായകനായി വരുന്ന ആഭ്യന്തര ടൂർണമെൻറ്റുകളിലെല്ലാം തിളങ്ങിയാൽ ഒരുപക്ഷേ സഞ്ജുവിന് മടങ്ങി വരാനായേക്കും. എന്നാൽ അടുത്തൊന്നും അത് നടക്കാൻ സാധ്യതയില്ല.